മലയാളത്തിന്റെ ഇതിഹാസ താരം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അമ്മ ശാന്തകുമാരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഓടിയെത്തി. വർഷങ്ങളായി അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു ശാന്തകുമാരി. എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച അമ്മ, മക്കളെ എന്ന് വാത്സല്യത്തോടെ വിളിച്ച അമ്മയാണ് യാത്രയാവുന്നത്. അമ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. എത്രയൊക്കെ തിരക്കുകൾ വന്നാലും അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ ലാൽ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ മൃതദേഹത്തിനരികെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ആ പോസ്റ്റുകളിൽ എന്തൊരു മനുഷ്യനാണിത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. അമ്മ മരിച്ച് തന്റെ അമ്മയുടെ മൃതദേഹം കിടത്തിയിരിക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് അനുശോചനം അറിയിച്ചെത്തുന്ന ഓരോ മനുഷ്യനെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞത്. ഇപ്പോഴത്തെ ലാലേട്ടന്റെ ഈ ചിത്രങ്ങൾ പങ്കുവെച്ച് അനു ചന്ദ്ര എന്നൊരാൾ പങ്കുവെച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖം. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന സന്ദർശനം നടത്തുന്ന മനുഷ്യരെ നോക്കി സൗമ്യമായി പുഞ്ചിരിക്കുന്ന മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ആ വീഡിയോയ്ക്ക് താഴെയായി ഏറ്റവും അധികമായി വന്ന കമന്റ്, അദ്ദേഹം വേദന ഉള്ളിലടക്കി പുറമേക്ക് ചിരിക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു വശത്തെക്കുറിച്ചല്ല, മറിച്ച് മറ്റൊരു വശത്തെക്കുറിച്ചാണ്. മോഹൻലാൽ കാണിക്കുന്ന സംയമനത്തെക്കുറിച്ച്. അമ്മയെ നഷ്ടപ്പെട്ട ഒരാളെന്ന വ്യക്തിഗത ദുഃഖത്തിനിടയിലും തന്റെ മുന്നിലെത്തിയ ഓരോ മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം, അവരെ പരിഗണിക്കാനുള്ള ശാന്തമായ ഭാഷയായി മാറിയ ആ ചിരി, സ്വന്തം ദുഃഖം പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായി മാറരുതെന്ന ബോധം, ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ സംയമനം. അതായത് വേദന ഒളിപ്പിച്ചതല്ല അത്, മറിച്ച് വേദനയെ മാന്യതയാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ നിലപാട് മാത്രമാണത്. നോക്കൂ, ചിലർക്ക് വേദന കരച്ചിലായി പുറത്തു വരും, ചിലർക്കത് മൗനമായി അടിഞ്ഞുകൂടും. പക്ഷേ സ്വന്തം ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ലാലേട്ടന്റെ ഈ ഒരു അവസ്ഥയില്ലേ, അതൊരിക്കലും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലം, നഷ്ടങ്ങൾ, ഉത്തരവാദിത്വം, ആത്മബോധം ഇവയൊക്കെ ചേർന്ന് മനുഷ്യനിൽ പതിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണത്, ശാന്തമായ ഒരവസ്ഥ. എല്ലാവർക്കും അത് വരണമെന്നില്ല, തീർച്ച. പക്ഷെ നോക്കൂ, ആ അമ്മ മകൻ ബന്ധത്തിന്റെ ശാന്തത എന്റെ ഹൃദയത്തിൽ തൊടുന്നു. എനിക്ക് മാത്രമാകില്ല, അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലൊരു സമാന അനുഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അത് അത്ര ലളിതമല്ലാത്ത ഒരു ശാന്തതയാണെന്നാണ് പോസ്റ്റ്. നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. ഒരു അമ്മയ്ക്ക് മകൻ ചെയ്തു കൊടുക്കേണ്ട എല്ലാം ആ മനുഷ്യൻ ഭംഗിയോടെ നിർവഹിച്ചു. 90 വയസ്സുവരെ അമ്മയെ നോക്കാനുള്ള ഒരു ഭാഗ്യം ഒരു മകന് കിട്ടി. ഇനി ഖേദിക്കാനായി ഒന്നും അയാളുടെ ജീവിതത്തിൽ മാറ്റിവെച്ചിട്ടില്ല. ഒരു ജന്മം കൊണ്ട് നേടാനുള്ളതും ആ അമ്മയിൽ നിന്നും അയാൾ നേടിക്കഴിഞ്ഞു. ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോഴുമുള്ള ഇവരുടെ ഹാപ്പിനെസ് തന്നെ അതിന് ഉദാഹരണമാണ്. അമ്മമാരെ നല്ലതുപോലെ നോക്കിയവർക്ക് ഖേദമില്ലാതെ അവരുടെ മരണാനന്തര ചടങ്ങുകൾ ഭംഗിയോടെ ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. ലാൽ ഓരോ നിമിഷവും അമ്മയുടെ കൂടെയായിരുന്നു. ഇതുവരെ ആ വേദന നന്നായി മനസ്സിലാക്കി കാണും. ഇപ്പോൾ അതിൽ നിന്നും മോചിതയായി അമ്മ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതാവും മനസ്സിൽ. കണ്ണീര് റീലാക്കി ആഘോഷിക്കേണ്ട. സ്വന്തം അമ്മയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാം അമ്മയെ വിളിക്കുകയും അമ്മയ്ക്ക് ചാരെ ഇരിക്കുകയും ചെയ്ത ലാലേട്ടനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മിസ്സിംഗ് അദ്ദേഹത്തിനുള്ളിലുണ്ട്. അത് ലാലേട്ടന്റെ സ്വകാര്യതയാണ്. അവിടെ സോഷ്യൽ മീഡിയ ക്യാമറ കണ്ണുകൾക്ക് സ്ഥാനമില്ല. അതേസമയം മോഹൻലാലിനെ പോലൊരു അത്ഭുത പ്രതിഭയെ തന്നിട്ട് പോയ അമ്മയോട് ജനങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുമെന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛനേക്കാൾ അമ്മയോടായിരുന്നു തനിക്ക് അടുപ്പം. അമ്മയെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൊണ്ടു നടന്ന ലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായിരുന്ന എല്ലാ തകർച്ചയും നേരിട്ട് കരിയറിൽ ഏറ്റവും വലിയ ചില നേട്ടങ്ങൾ കൈവരിച്ച വർഷമായിരുന്നു മോഹൻലാലിനിത്. എന്നാൽ 2025 അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ജീവിതത്തിൽ നഷ്ടപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും വലുതൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കനത്ത തിരിച്ചടികൾ ഏറ്റ ഒരു വർഷമായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ച് 2024. മലയക്കോട്ടെ വാലിബന്റെ പരാജയവും ആദ്യമായി സംവിധാനം ചെയ്ത ബെറോസിന്റെ പരാജയവും വളരെയധികം വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശരാശരി വിജയത്തിനപ്പുറത്തേക്കൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ലാലിന് ഉണ്ടാവില്ലേ എന്ന് ആരാധകർ ചോദിക്കുമ്പോഴായിരുന്നു എമ്പുരാന്റെ വരവറിയിച്ച് പൃഥ്വിരാജ് എത്തിയത്.
കോട്ടും സ്യൂട്ടുമിട്ട് മാസ് ലുക്കിൽ എമ്പുരാൻ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക്. രാഷ്ട്രീയമായ എതിർപ്പുകൾ പലതും ഉയർന്നതിനാൽ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കുറവുകളൊക്കെ പരിഹരിച്ച് എത്തിയ ചിത്രമായിരുന്നു തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ വീണ്ടും ഒരു ലാൽമയം. അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല ഈ ഒറ്റക്കൊമ്പനെ എന്ന് പലർക്കും ബോധ്യപ്പെട്ടു. കണ്ണപ്പയിലെയും ഭബബയിലെയും അതിഥിവേഷം അത്രയ്ക്കങ്ങ് ആഘോഷിച്ചില്ല എങ്കിലും സത്യൻ അന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയും ഒരു വിന്റേജ് മോഹൻലാലിനെ പ്രേക്ഷകർക്ക് നൽകി. അതിനേക്കാളൊക്കെ വലുതായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ലാലേട്ടനെ ആദരിച്ചത്. മകന്റെ ആ വലിയ നേട്ടവും കണ്ടതിന് ശേഷമാണ് ശാന്തകുമാരി അമ്മ ഈഹലോകം വെടിഞ്ഞത്. അതേസമയം പ്രിയപ്പെട്ട അച്ചമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രണവ് മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അന്തരിച്ച ശാന്തകുമാരി അമ്മയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മുടവൻമുകളിലെ കുടുംബ വീട്ടിലാണ് പ്രണവ് എത്തിയത്. കേരളത്തിന് പുറത്തായിരുന്ന പ്രണവ് വിവരമറിഞ്ഞ ഉടൻ യാത്ര തിരിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അച്ചമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കുട്ടിക്കാലം ചെലവഴിച്ച വീട്ടിലേക്ക് അച്ചമ്മയ്ക്ക് അന്ത്യചുംബനം നൽകാനെത്തുന്ന പ്രണവിന്റെ ദുഃഖാർത്ഥമായ മുഖം കണ്ടു നിന്നവർക്കും നൊമ്പരമായി. ഇന്നലെ അന്തരിച്ച ശാന്തകുമാരി അമ്മയുടെ ഭൗതിക ശരീരം ഇന്ന് പുലർച്ചെയാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത്. മൃതദേഹത്തെ അനുഗമിച്ച് മോഹൻലാലും ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ശാന്തകുമാരി അമ്മയും ഭർത്താവ് വിശ്വനാഥൻ നായരും മക്കളും താമസിച്ചിരുന്ന ഈ വീട് മോഹൻലാലിന്റെ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. മക്കളായ പ്രണവിനും വിസ്മയയ്ക്കും ഏറ്റവും വാത്സല്യനിധിയായ അച്ചമ്മയായിരുന്നു ശാന്തകുമാരി അമ്മ. മരണസമയത്ത് മോഹൻലാൽ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഭർത്താവ് വിശ്വനാഥൻ നായരും മൂത്ത മകൻ പ്യാരിലാലും അന്ത്യവിശ്രമം കൊള്ളുന്ന മുടവൻമുകളിലെ മണ്ണിൽ തന്നെയാണ് ശാന്തകുമാരി അമ്മയ്ക്കും ചിതയൊരുങ്ങുന്നത്. കുടുംബാംഗങ്ങളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗിക കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. ജീവിതയാത്രയിൽ തണലായി നിന്ന പ്രിയപ്പെട്ടവർക്കരികിലേക്ക് ശാന്തകുമാരി അമ്മയും മടങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് മുടവൻമുകളിലെ വീട്ടിൽ ബാക്കിയാകുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.